വയനാട് പുൽപ്പള്ളി അമരക്കുന്നിലിറങ്ങിയ കടുവ ഉടൻ കൂട്ടിലായേക്കും. ഊട്ടിക്കവലയിൽ സ്ഥാപിച്ച കൂടിന് സമീപം വരെ കടുവ നേരത്തെ എത്തിയിരുന്നു. നാട്ടുകാർ ആശങ്കയിൽ തന്നെയാണ്. തൊട്ട അയലോക്കത്തെ ആടിനെയാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ ചുറ്റുവട്ടം എല്ലാവരും ക്ഷീരകർഷകരാണ്. ഈ വെളുപ്പിന് 5 മണി 4:30 ആകുമ്പോൾ തൊഴുത്തിൽ കയറി പശുവിനെ കുളിപ്പിച്ച് കറന്ന് അതിന് വേണ്ട പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സർക്കാരും അല്ല അതിൻ്റെ ഉദ്യോഗസ്ഥരും പറഞ്ഞു തരണം. ഇന്ന് ഒരു രാത്രി കൂടി ഞങ്ങൾ ക്ഷമിക്കും. നാളെ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്ന് പ്രത്യേകം പറയുന്നു. എത്രയും വേഗം പിടിക്കണം, മയക്കുവെടി വെച്ച് പിടിക്കണം, അല്ലെങ്കിൽ കൂട്ടിൽ കടുവേനെ അകപ്പെടുത്തണം. അമരക്കുന്നിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോഴും ആ ദൗത്യം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കടുവ കൂടിന് അടുത്ത് വരെ ഉണ്ടായിരുന്നു എന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് അറിയിക്കുന്നത് എന്താണ് സുർജിത്ത്? 2 തവണയാണ് റീജിത്ത് കടുവ കൂടിനടുത്ത് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ആ വിവരം അറിഞ്ഞ നാട്ടുകാരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ലാതെ വന്നു. ഇപ്പോൾ കടുവ ഈ ഉൾഭാഗത്തേക്ക്, അതായത് തോട്ടത്തിനകത്തേക്ക് വലിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകളെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള വക ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഈ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള ആ ഒരു ദൗത്യം, ആ ഒരു നടപടി അത് തുടരുന്നൊരു പശ്ചാത്തലമാണുള്ളത്. ഇവിടെ ആളുകളൊന്നും തന്നെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും എല്ലാ വീട്ടിലും ഇങ്ങനെ ഉറക്കമിളച്ച് കാത്തിരിക്കുകയാണ് ഈ ദൗത്യം എന്താകും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു അവസ്ഥയാണുള്ളത്. നമുക്ക് നേരെ ഈ നാട്ടുകാരിലേക്ക് തന്നെ പോകാം. എന്താണ് നിങ്ങൾ അറിഞ്ഞ വിവരം എന്തൊക്കെയാണ്? നിലവിൽ RRT 2 സംഘമായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡ്രോണുമായി ബന്ധപ്പെട്ട് കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു, അതിനെ ഫോളോ ചെയ്തിരുന്നു. കൂടിനടുത്തേക്ക് കടുവ വരികയും പക്ഷേ 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോകുന്നവരെ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും വരും എന്ന രൂപത്തിലാണ് ഇപ്പം നിലവിൽ വിസിബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം എല്ലാം ഉള്ളത്. ഇത് കടുവയെ ഡ്രോൺ പരിശോധന ഇപ്പം വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ പിടികൂടാൻ ആവശ്യമായ വെടിവെക്കാനുള്ള സംവിധാനത്തിൽ 2 RR ടീം ഉൾപ്പെടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. രാത്രിയിൽ വനംവകുപ്പ് അവരുടെ മാക്സിമം സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കടുവ മിക്സായി പോയി എന്നുള്ളതാണ്. കടുവ 2 തവണ കൂടിൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. അപ്പോൾ ഈ രാത്രി തന്നെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഒരു നല്ലൊരു ശുഭവാർത്ത എത്തുമെന്നുള്ളത്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. പകൽ വ്യത്യാസമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെയുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അത് സാധ്യമല്ലാത്ത വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത് 2 തവണ കൂടിനടുത്ത് വരെ ഈ കടുവ എത്തി എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അത് മടങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് മടങ്ങി നേരെ ഇപ്പോൾ തോട്ടത്തിനകത്തേക്ക് വലിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ആടുകളെ ഇതിനകം തന്നെ കടുവ കൊന്നൊടുക്കിയിട്ടുണ്ട്. ആടുകളെ മാത്രമാണ് പിടികൂടുന്നത്. ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാകാം ഇങ്ങനെ ഒരു വേട്ടയ്ക്ക് ഒരുങ്ങുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ പശു, മറ്റ് കന്നുകാലികൾ അതിനെയെല്ലാം വേട്ടയാടുന്നൊരു പതിവാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ആടുകളെ മാത്രം വേട്ടയാടുക എന്നുള്ള തരത്തിലേക്ക് മാറാൻ കാരണം ഒരുപക്ഷെ ചെറിയ ജീവികളെ പിടികൂടുന്നത് അതിൻ്റെ ആരോഗ്യാവസ്ഥ തന്നെയാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ സംഘം, ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഉചിതമായ സമയത്ത് ഇതിനെ കിട്ടിയാൽ ഉറപ്പായും മയക്കുവെടി വെക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ രാത്രിയിൽ എങ്ങനെ അത് സാധ്യമാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കടുവ 2 തവണ വന്നു, കൂടിനടുത്ത് വരെ എത്തി. പക്ഷേ പിന്നീട് അത് ഉൾമേഖലയിലേക്ക് അത് വലിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് ആളുകൾ. ഇന്നിപ്പോൾ രാത്രിയാണ്. നാളെ രാവിലെ എന്തെങ്കിലും പ്രത്യേക ആക്ഷൻ പ്ലാനോ മറ്റോ ഉണ്ടോ, അതോ പതിവായി തുടരുന്ന രീതി തുടരുക എന്നതാണോ വനംവകുപ്പ് ആലോചിക്കുന്നത് സുർജിത്ത്? എന്തായാലും കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ വനംവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഈ നടപടി അവസാനിക്കുന്നില്ല, ഇനിയും ഇത് തുടരുകയാണ്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ സമയത്ത് പോലും തുടരുന്നൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ അത് വിസിബിലിറ്റിയിൽ നിന്ന് മാഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും എത്താനുള്ള സാധ്യതയുമുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ പരിശോധന തുടരും. നാളെ രാവിലെ ഇത് തുടർച്ചയായി തന്നെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയേ ഇതിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഈ കാപ്പിത്തോട്ടങ്ങൾ, കമുകിൻ തോട്ടങ്ങൾ, കൊല്ലികൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. ചതുപ്പ് നിലങ്ങൾ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ളൊരു ഭൂപ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞാൽ അതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണ്ടെത്തിയാൽ പോലും അവിടെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമാണ്. നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെയൊക്കെ ഒരു വാഴത്തോട്ടത്തിനടുത്താണ് തണ്ണീർക്കൊമ്പൻ വന്നു പെട്ടത്. അതിനെ മയക്കുവെടി വെച്ചപ്പോൾ മയക്കുവെടി നേരെ വാഴയുടെ തണ്ടിൽ തട്ടി തെറിച്ചു പോകുന്നത് നമ്മൾ
കണ്ടതാണ്. അത്തരത്തിലുള്ള സാധ്യത ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉചിതമായ സമയം, സന്ദർഭം ഇത് ഒത്തിണങ്ങിയാൽ മാത്രമേ മയക്കുവെടി എന്നുള്ള തരത്തിലേക്ക് വനംവകുപ്പിന് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, അമരക്കുനിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. 2 തവണ കൂടിന് സമീപം വരെ കടുവ എത്തി എന്നുള്ള കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് ദൂരേക്ക് പോവുകയായിരുന്നു. ഈ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ഈ രാത്രിയേറെ വൈകിയും തുടരുകയാണ്.